പ്രശംസിക്കും യേശുവിൻ്റെ രക്തം മാത്രം. ഇന്നും സ്വർഗ്ഗത്തോളവും യേശുവിൻ്റെ രക്തം മാത്രം. യേശു ക്രിസ്തുവേ ദൈവത്തിൻ്റെ കുഞ്ഞാടേ, രക്ഷിക്കുന്നു പാപിയെ നിൻ തിരുരക്തം മാത്രം. ത്തിൽ നിന്നും പുത്രനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി പഴയ നിയമ പുസ്തകം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ, സമാധാനം കവിഞ്ഞൊഴുകുന്ന തോട് പോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും. നിങ്ങളെ പാർശ്വത്തിൽ എടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാലിന്മേൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അത് കണ്ടിട്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ അസ്ഥികൾ ഇളം പുല്ല് പോലെ തഴയ്ക്കും. യഹോവയുടെ കൈ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ശത്രുക്കളോട് അവൻ ക്രോധം കാണിക്കും. ഈ തിരുവചന സത്യങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണയുടെ ഉറവിടമായിരിക്കുന്ന സർവശക്തനായ ദൈവമേ, ഈ ശാന്തമായ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയുടെ വചനത്തിൻ്റെ അടുത്തിരിപ്പാൻ ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചല്ലോ. ഈ രാവിലെ സമയം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ സന്തോഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തത്തിൽ പങ്കാളികളാകുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണമേ. നന്മയും പ്രസാദവും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും, ഞങ്ങളുടെ കുടുംബത്തിലും, ഞങ്ങളുടെ സഭയ്ക്കും, ഞങ്ങളുടെ ദേശത്തിലും എല്ലാവർക്കും അത് പ്രയോജനകരമായി തീരുവാൻ ദൈവം സഹായിക്കണം. അവിടുത്തെ കൃപയിൽ തന്നെ സൂക്ഷിക്കണം. ദൈവനാമത്തിന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവം തക്ക സമയത്ത് നിൻ്റെ മക്കൾക്ക് അനുഗ്രഹങ്ങൾ നൽകി പരിപാലിക്കണം. ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തു മുഖാന്തരം ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഇവിടെ ഈ വേദഭാഗത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത് 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒരു അമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്, അവരെ വളർത്തിയെടുക്കുന്നത് എന്നൊക്കെ നമ്മളെല്ലാവരും കാണുന്നതാണ്. ആ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുമ്പോൾ അമ്മയ്ക്ക് അമ്മയുടേതായ ഉത്തരവാദിത്വങ്ങൾ വലുതാണ്. അമ്മമാർ പറയും, വളരെ ശ്രദ്ധിക്കണം, ഉറക്കത്തിൽ ശ്രദ്ധിക്കണം, നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് പഴയ അമ്മമാർ പറയാറുണ്ട്. അത് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു കുഞ്ഞ് നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. അതിനെ ഉദരത്തിൽ നിന്ന് പുറത്ത് കാലസമ്പൂർണത കഴിഞ്ഞ് 9 മാസവും 9 ദിവസവും കഴിഞ്ഞ് ഭൂമിയിലേക്ക് വരുമ്പോൾ അമ്മയുടെ നോട്ടവും ഭാവവും സംസാരങ്ങളും കൊഞ്ചലുകളും ഒക്കെ ആ കുഞ്ഞിന് വളരെ ലാളനയായി തീരാറുണ്ട്. ആ ലാളനയിലാണ് ആ കുഞ്ഞ് വളരുന്നത്.
ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അമ്മയ്ക്കറിയാം എന്തിനു വേണ്ടിയാണ് ഈ കുഞ്ഞ് എൻ്റെ മുഖത്തേക്ക് നോക്കിയത് എന്ന് അറിയാം. അപ്പൻ അറിയുന്നതിന് മുമ്പ് അമ്മ മനസ്സിലാക്കും ആ കുഞ്ഞിൻ്റെ അനുഭവങ്ങൾ. സംസാരിക്കാൻ കഴിയാത്തൊരു കുഞ്ഞ്, അതിന് ശരീരത്തിൽ അസ്വസ്ഥതകൾ കാണുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, ഉദരത്തിലായിരിക്കാം, ചെവിയിലായിരിക്കാം, തലയിലായിരിക്കാം, ഏതെങ്കിലും തരങ്ങളിൽ വേദനകളൊക്കെ ഉണ്ടാകുമ്പോൾ അതറിയാൻ കഴിയുന്നത് അമ്മയ്ക്കാണ്. ഉടനെ അതിനെ ചികിത്സയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇവിടെ വേദപുസ്തകം പറയുന്നത്, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും വലുതാണ്. നാം ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ ദൈവികമായ സ്നേഹത്താൽ സന്തോഷിപ്പിക്കുന്ന വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ക്രിസ്തു മൂലം നമ്മളെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ യേശു ക്രിസ്തുവിൽ നിങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ ഇതുപോലുള്ള ലാളനകളും ഇതുപോലുള്ള പ്രോത്സാഹനങ്ങളും ഇതുപോലുള്ള അമ്മയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകൾ തൻ്റെ മക്കളുടെ ജീവിതത്തിന് വളരെ ആശ്വാസം പകരുന്നത് കാണുവാനായിട്ട് സാധിക്കും. എങ്കിലും ഈ ലോകത്തിലുള്ള അമ്മമാർ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാറുണ്ട്. പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളുണ്ട്. നമുക്കറിയാം, ചില നിസ്സാര കാര്യങ്ങൾക്ക് കുഞ്ഞിന് ജീവിക്കണ്ട എന്ന് കരുതി തോട്ടിലും ആറ്റിലും അല്ലെങ്കിൽ മറ്റ് ചവറ് കൂമ്പാരത്തിലൊക്കെ കൊണ്ടു കളയുന്ന അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഒരുപക്ഷെ നമ്മളെ വലിച്ചെറിയുമായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ നമ്മൾ നശിക്കുമായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാനൊരു മെഴുകുതിരി എൻ്റെ വീട്ടിൽ ഞാൻ സൂക്ഷിക്കുമായിരുന്നു. അത് ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോൾ ഒരു മെഴുകുതിരി അവിടുത്തെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ മെഴുകുതിരി ഒരവസരത്തിൽ എൻ്റെ വീട്ടിൽ ഞാൻ കൊണ്ടുവച്ചിരിക്കുമ്പോൾ, കവറിൽ കൊണ്ടുവച്ചിരിക്കുമ്പോൾ കറണ്ട് പോയി. എൻ്റെ ഭാര്യ അതിനെടുത്ത് കത്തിക്കാനായിട്ട് തുടങ്ങി. ഒരു തീപ്പെട്ടി തീരുന്നത് വരെ കത്തിച്ചു, പക്ഷേ മെഴുകുതിരി കത്തിയില്ല. അവസാനം ആ തീപ്പെട്ടിയുടെ കവറും വലിച്ചെറിഞ്ഞു, കയ്യിലിരുന്ന മെഴുകുതിരിയും വലിച്ചെറിഞ്ഞു. അതൊരു 3-4 കഷ്ണമായി മാറി. പ്രധാനപ്പെട്ട കാര്യം, കുറച്ച് കഴിഞ്ഞ് കറണ്ട് വന്നപ്പോൾ ആ സംഭവം ഞാൻ മനസ്സിലാക്കിയത്, അതിനകത്ത് ചരടില്ലാത്ത, നൂലില്ലാത്ത മെഴുകുതിരിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ദൈവികമായ ഒരു അനുഭവം മനുഷ്യനില്ല എങ്കിൽ എത്രയോ നാളുകൾക്ക് മുമ്പ് അതുപോലെ വലിച്ചെറിഞ്ഞ് നമ്മൾ കഷ്ണം കഷ്ണമായി തീരുമായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഇത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ വച്ചിരിക്കുന്ന മെഴുകുതിരിയാണ്, ഇത് നിങ്ങൾക്ക് എപ്പോഴും കത്തിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല എന്ന് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു ആത്മീക അനുഭവം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് എത്ര ശ്രേഷ്ഠകരമാണ് എന്നുള്ളത് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ദൈവികമായ സ്നേഹത്തിൽ നിങ്ങൾ സന്തോഷിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ ആരാധനയിൽ, ഈ പ്രഭാതത്തിൽ വന്നിരിക്കുവാൻ കഴിഞ്ഞത്. നമ്മളെ വലിച്ചെറിയാതെ, നമ്മൾ വഴിയിൽ വീണു പോകാതെ ഇതുവരെയും നടത്തിയത് ഈ സർവശക്തനായ ദൈവമാണ്. പക്ഷെ ഈ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ദൈവം ഒരു ന്യായാധിപതിയായ കർത്താവ് നമ്മളെ താലോലിക്കുന്നു എന്നാണ്. ഒരു ന്യായാധിപതിയായ ഒരു കർത്താവാണ്. അപ്പോൾ ന്യായം നടത്തുവാൻ കഴിവുള്ളവനാണ്. പക്ഷെ ഒരു മാതാവിന് ഒരിക്കലും ഒരു കുഞ്ഞിനെ ന്യായം വിധിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും വലിച്ചെറിയുന്നത്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഒരു ന്യായാധിപതിയായ കർത്താവ് താലോലിക്കുന്നവനാണ്. അവനെ കുറിച്ച് പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഈ താലോലിക്കുന്നത്? ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ മാനസാന്തരപ്പെടുന്നവർക്ക് നിത്യമായ രക്ഷ നൽകിക്കൊണ്ട് അവൻ നമ്മളെ താലോലിക്കുകയാണ്. മക്കളെ, നീ തെറ്റിപ്പോയെങ്കിൽ നീ ക്ഷമയോടെ നിനക്ക് തിരിച്ചു വരാനുള്ള സമയം നൽകിക്കൊണ്ട് ഇവിടെ നിത്യമായ രക്ഷയുടെ സന്തോഷം അവന് പകർന്നു കൊടുക്കുകയാണ്. ചിലപ്പോഴൊക്കെ ചിലവർക്കൊക്കെ
ആ സന്തോഷം നഷ്ടപ്പെട്ടവരാണ്. ദൈവികമായ കൂട്ടായ്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരായിരിക്കാം. ആരാധനകൾ വിട്ടുമാറി നിൽക്കുന്നവരായിരിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങളെ നശിപ്പിക്കാത്തത് ഒരു ന്യായാധിപതിയാണ്. പക്ഷേ നിങ്ങളെ ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത് കൊണ്ട് ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ച്ചില്ല എങ്കിൽ വെട്ടിക്കളയാം എന്നുള്ള മധ്യസ്ഥയിലാണ്. അല്ലെങ്കിൽ നമ്മെ ഇതിനു മുമ്പേ വലിച്ചെറിഞ്ഞേനെ. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യത്തിൽ നിന്നുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തിൽ നിന്നുള്ള ഒരു സന്തോഷം പകരുക എന്ന് പറയുന്നതാണ് ഈ കൂട്ടായ്മയുടെ സന്തോഷം. നമ്മളെയൊക്കെ മുഖങ്ങളെയൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൈവം തന്ന സന്തോഷം നിങ്ങൾക്കുണ്ട്. ചിലപ്പോഴൊക്കെ വിഷണ മനസ്സോടുകൂടെ ആത്മഭാരത്തോടെ വന്നിരിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ രാത്രിയിൽ ആരും കാണാതെ കരഞ്ഞ മനസ്സുകളുണ്ട്. മക്കളെ ഓർത്ത് കരഞ്ഞവരായിരിക്കാം, കുടുംബത്തിൻ്റെ ഭാരം നിമിത്തം കരഞ്ഞവരായിരിക്കാം. അവരാരും അല്ലെങ്കിൽ മറ്റാരും കണ്ടില്ല നിങ്ങളുടെ കരച്ചിൽ. പക്ഷേ ന്യായാധിപതിയായിരിക്കുന്ന സർവശക്തനായ ദൈവം നിങ്ങളുടെ കരച്ചിലുകൾ കണ്ടു, നിങ്ങളുടെ വേദനകൾ കണ്ടു, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ടു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വചനമനുസരിക്കുന്നവർക്ക് മക്കളെന്ന ആ വിളിപ്പേര് നമുക്ക് നൽകുകയാണ്. അപ്പോൾ എപ്പോഴാണോ ദൈവസന്നിധിയിലേക്ക് വരുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവൻ്റെ ശരീരത്തിലും രക്തത്തിലും നമ്മൾ പങ്കാളികളായി തീരുമ്പോൾ ബൈബിൾ പറയുന്നു, വചനമനുസരിക്കുന്നവർക്ക് മക്കളെന്ന് വിളിപ്പേര് ഉണ്ടാകുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങളെ വലിച്ചെറിഞ്ഞിട്ടില്ല, നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് തൻ്റെ മനസ്സും തൻ്റെ ശരീരവും തൻ്റെ ജീവിതവും ഒരുക്കിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് യേശുവിൻ്റെ ശരീര രക്തത്തിൽ പങ്കാളികളായി തീരുന്ന ഒരു വ്യക്തിയോട് പറയുന്നത് ഒരുക്കത്തോടു കൂടെ മാത്രമേ ഇതിൽ പങ്കുചേരാവൂ എന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് ദേവാലയങ്ങളിലൊക്കെ മറ്റ് കത്തോലിക്ക സഭകളിലൊക്കെ നോക്കുമ്പോൾ ആരാധനയ്ക്ക് തൊട്ട് മുമ്പ് തൻ്റെ പാപമേറ്റു പറയാനുള്ള ഒരു അവസരമുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറ്റസമ്മതം നടത്തിയിട്ട് എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ പിഴ എന്ന പറഞ്ഞുകൊണ്ടും അന്നത്തെ പുരോഹിതൻ കൽപ്പിക്കുന്ന പാപത്തിൻ്റെ പരിഹാരമനുസരിച്ച് കർത്താവിൻ്റെ പ്രാർത്ഥനയും മറ്റ് പ്രാർത്ഥനകളും തൃത്വസ്തുതികളൊക്കെ ഏറ്റു ചൊല്ലിക്കൊണ്ട് തിരിച്ച് അവിടെ കുർബാനയിലേക്ക് പങ്കെടുക്കും. എന്നാൽ ഒരു ദിവസം മുടങ്ങിയാൽ ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഒരാഴ്ച മുടങ്ങിയാൽ അല്ലെങ്കിൽ 2 ആഴ്ച മുടങ്ങിയാൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ കുറേ ദിവസങ്ങളായി നമ്മൾ കർത്താവായ യേശുക്രിസ്തുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളെ ഇറക്കി വെച്ചുകൊണ്ട് സ്വയം ആ കുറ്റസമ്മതത്തോടുകൂടെ ദൈവസന്നിധിയിൽ പറയുകയും അതനുസരിച്ച് തിരിച്ചു വരികയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരിക്കൽ ഗാന്ധിജി പറഞ്ഞു, അധികാരവും അർഹതയുമുള്ള ഒരാളിൻ്റെ മുമ്പാകെ സ്വമേധയാ ഏറ്റുപറയുന്ന കുറ്റസമ്മതമാണ് പ്രായശ്ചിത്തമെന്നാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് അധികാരവും അർഹതയുമുള്ള ഒരാളിന് മുമ്പാകെ സ്വമേധയാ ചെയ്യുന്ന കുറ്റസമ്മതമാണ് പ്രായശ്ചിത്തമെന്നാണ്. അപ്പോൾ ദൈവസന്നിധിയിൽ കുറ്റസമ്മതത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നമ്മളതിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അത് സംബന്ധമായി മറ്റ് ദോഷങ്ങൾ വരാതിരിക്കാൻ, ഭാരപ്പെട്ടു പോകാതിരിക്കുവാൻ അത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ ഭയത്തോടെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു അവസരം ദൈവം നമുക്ക് നൽകുകയാണ്. ദൈവത്തെ ഭയത്തോടെ മഹത്വപ്പെടുത്തണം. നേരത്തെ പറഞ്ഞു അമ്മ ആശ്വസിപ്പിക്കുന്നതാണ്. എന്നാൽ ന്യായാധിപതിയായ കർത്താവ് താലോലിക്കുന്നവനാണ്. അവൻ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുന്നവനാണ്. അവൻ കർക്കശ വാക്കുകൾ നമ്മോട് പറയുന്നവനാണ്. എങ്കിൽ പോലും അവനെ ഭയപ്പെടാൻ ഉള്ള മനസ്സ് നമുക്കുണ്ടാകണം. നമ്മളെ ശിക്ഷിക്കും എന്നുള്ള ചിന്തയിലും അല്ലാതെയും നമുക്ക് ഭയഭക്തിയോടുകൂടെ ദൈവസന്നിധിയിൽ വരേണ്ടത് ആവശ്യമാണ്. കാരണം ന്യായാധിപതിയായ കർത്താവിനെ ഭയപ്പെടുക, അവനെ വചനം കേട്ട് മാനസാന്തരപ്പെടുക, ക്രൂശിൽ ആശ്രയം വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴൊക്കെ നമുക്ക് ഈ ക്രൂശിൻ്റെ അടുത്തേക്ക് വന്ന് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നുവോ അവിടെയാണ് നമ്മുടെ മാനസാന്തരം.
അല്ലേ? ഇന്ന് ചില പ്രിയപ്പെട്ടവർ ദൈവം കൊടുത്ത സമ്പത്താണ്. അതിനെ അവർ കരുതി വെച്ച് അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു എന്തോ പ്രത്യേകമായി അവർ കരുതി വെച്ച നാണയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടാൻ ഒരു മനസ്സ് തോന്നി. കാരണം അതൊരു പിടിപ്പണ നേർച്ചയായി സമർപ്പിക്കുകയുണ്ടായി. എത്ര അനുഗ്രഹമാണ്! കുടുംബമായി വന്ന പ്രിയപ്പെട്ടവർ ശാരീരികമായ രോഗത്തിൻ്റെ ഭാരം അനുഭവിച്ചു. ദൈവം സന്തോഷത്തോടെ വിടുതൽ കൊടുത്തു. അതുപോലെ തന്നെ ഇനി വിടുതൽ കൊടുക്കാനുള്ള വിഷയങ്ങളുണ്ടായിരിക്കാം. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ ക്രൂശിലുള്ള ആശ്രയം വയ്ക്കുകയാണ്. അപ്പോൾ അവർ പ്രാർത്ഥനയ്ക്കായിട്ട് മുമ്പിലിട്ടേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായി പരിപാവനമായി കാണുന്ന അൾത്താരയിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്നത് ക്രൂശിലുള്ള ആശ്രയമാണ്. ഒരു കുഞ്ഞിൻ്റെ കരച്ചിലിനെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ജീവിതത്തിന് അത് ആശ്വാസം പകരുന്ന ഒരു അനുഭവമാണ്. മൂന്നാമതായിട്ട് ബൈബിൾ പറയുന്നത് അനന്തമായ സ്നേഹത്തിലൂടെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവമാണ്. ഒരു അമ്മ ഒരു കുഞ്ഞിനെ അനന്തമായി സ്നേഹിക്കും. വാസ്തവമായ ഒരു കാര്യമാണ്. എൻ്റെ അമ്മ 85 വയസ്സ് പ്രായമുണ്ട്. കണ്ണൊക്കെ കുറച്ച് കാണാം, കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിൽ പോലും ഞാൻ എപ്പോൾ ചെല്ലും, മക്കളൊക്കെ എവിടെയൊക്കെ പോകുന്നു, ചെറുമക്കളെവിടെ പോകുന്നു, എല്ലാം പറഞ്ഞിട്ടേ പുറത്തിറങ്ങാൻ പറ്റൂ. അതാ കുഴപ്പം, അല്ലേ? എല്ലാം പറയാൻ പറ്റുമോ? എനിക്കും കുറച്ച് പ്രായമൊക്കെ ഉണ്ട്, എൻ്റെ മക്കളുണ്ട്, മക്കളുടെ മക്കളുണ്ട്, ഭാര്യയുണ്ട്. അപ്പോൾ ഓരോ കാര്യത്തിന് എൻ്റെ ഭാര്യ ഇന്നലെ രാത്രി ഇങ്ങോട്ട് മകൻ വാഹനം കൊണ്ട് ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ വിളിച്ച് ചോദിക്കണം, മക്കളെ നീ എവിടെ എത്തി, നീ എപ്പോൾ എത്തും എന്നൊക്കെ ചോദിക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഫോൺ വിളിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നീ എവിടെ എത്തി എന്ന് ചോദിക്കുന്ന ഒരനുഭവം. എന്നോട് ചോദിക്കും ചിലപ്പോഴൊക്കെ. ഞാൻ രാത്രി 12 മണിക്ക് ആകാറുണ്ട്. ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടുത്തെ നമ്മുടെ സഭയിലെ പ്രസിഡന്റ് എല്ലാ ദിവസവും എന്നെ വിളിച്ച് ചോദിക്കും, അച്ഛോ എത്തിയോ? എന്നെ എത്തിയിട്ട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വളരെ കരുതലുള്ള ഒരു മനുഷ്യനാണ്, വ്യക്തിയാണ്. കാരണം അദ്ദേഹം പറയും, അച്ഛാ തിരിച്ച് വിളിക്കണം, എപ്പോൾ എത്തി. കാരണം യാത്രകൾ അങ്ങനെയാണ്, അപകടം നിറഞ്ഞ സ്ഥലങ്ങളാണ്, എപ്പോൾ എത്തിയെന്ന് ഒന്നറിയണം. എന്നിട്ട് അദ്ദേഹം പറയും, അച്ഛോ കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് വിശ്രമിക്കുക എന്ന് പറയും. എത്ര ഒരു അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ മനുഷ്യൻ്റെ വാക്കുകൾ ശ്രേഷ്ഠമാണ്. അപ്പോൾ എൻ്റെ അമ്മ അതിനുവേണ്ടി കാത്തിരിക്കും. 85 വയസ്സായി, പക്ഷേ കാത്തിരിക്കുകയാണ്. മകൻ വന്ന് ലൈറ്റ് അണയ്ക്കുന്നതുവരെ കാത്തിരിക്കുക. അപ്പോൾ യേശു കർത്താവ് എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ യാത്രകളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും ഇങ്ങനെ വിളിച്ച് നമ്മളെ സന്തോഷിപ്പിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, അനന്തമായ സ്നേഹത്തിലൂടെ സന്തോഷിപ്പിക്കുന്ന ദൈവമാണ്. പിന്നീട് പറഞ്ഞു, ഈ ദൈവം നമ്മളെ ചേർത്ത് കൊള്ളുന്ന ദൈവത്തെ ധിക്കരിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ അമ്മ മക്കളെ ആശ്വസിപ്പിക്കുന്നത് അവരെ ധിക്കരിക്കരുത്. ഒരിക്കലും ഒരു അമ്മയെയും പപ്പയെയും കുഞ്ഞുങ്ങൾ വേദനിപ്പിക്കരുത്. നിങ്ങൾ എത്ര വളർന്നാലും കുഴപ്പമില്ല. നിങ്ങൾ ചിലപ്പോൾ അപ്പൻ്റെ അത്രയോളം നിങ്ങൾ വളർന്നിരിക്കും, പക്ഷെ അത്രയും പ്രായമെത്തിയില്ല എങ്കിലും നിങ്ങൾ അത്രയും വളർന്നിരിക്കും. പക്ഷേ മക്കൾ അമ്മയെ അപ്പനെയും ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം. നിങ്ങൾ എത്ര വളർന്ന് എത്ര നന്മകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായാലും നിങ്ങൾ അവരെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും മറന്നു പോകരുത്. അതുകൊണ്ട് യൗവനക്കാരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ചിതറി ജീവിക്കരുത്. നിങ്ങളെ വളർത്തിയ ദൈവം, നിങ്ങളെ സ്നേഹിച്ച ദൈവം, അത് മാതാപിതാക്കളുടെ കരുതലും ഉള്ളത് കൊണ്ടാണ്. നിങ്ങളല്ല എങ്കിൽ വഴിയിൽ വെച്ച് നശിച്ചു പോകുമായിരുന്നു, വഴിയിൽ വെച്ച് ഇരുട്ടിലേക്ക് വലിച്ചെറിയപ്പെടുമായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളാരും ഇരുട്ടിൽ വീണു പോകരുത്, പാപത്തിൻ്റെ വഴിയിലേക്ക് പോകരുത്, ശാപത്തിൻ്റെ വഴിയിലേക്ക് പോകരുത്. നിൽക്കേണ്ട സ്ഥലത്ത് മാത്രമേ നിൽക്കാവൂ, ഇരിക്കേണ്ട സ്ഥാനത്ത് മാത്രമേ ഇരിക്കാവൂ. നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടായിരിക്കാം, ആ കൂട്ടുകാരി എങ്ങനെയുള്ളതാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ജീവിച്ച് മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുള്ളൂ. അനേക കുഞ്ഞുങ്ങൾ വഴുതി പോകാറുണ്ട്.
യൗവനപ്രായത്തിൽ പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ കൂടുതലാണ്. ദയവ് ചെയ്ത് ഈ സഭയിലുള്ള ഒരു പെൺകുട്ടികൾ പോലും, നമുക്കറിയാവുന്ന ഒരു പെൺകുട്ടികളും അപ്പനും അമ്മയും അറിയാതെ ഇറങ്ങിപ്പോകരുത്. അവരോട് പറഞ്ഞ്, ഒരുപക്ഷെ നിങ്ങൾക്ക് തക്കതായ സമയത്ത് അപ്പനും അമ്മയും നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തരും. നിങ്ങൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ച് നന്നായിട്ട് ജീവിച്ചാൽ ബൈബിൾ പറയുന്നു നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകും എന്നാണ്. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുമ്പോൾ, അവരെ മനസ്സിലാക്കുമ്പോൾ, അവർക്ക് ചിലപ്പോൾ സാമ്പത്തികം കുറവായിരിക്കും, കഷ്ടപ്പാടുണ്ടായിരിക്കാം, രോഗിയായി കിടപ്പിലായിരിക്കാം. എങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, അനന്തമായ സ്നേഹത്തിലൂടെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് ഈ ദൈവം നമ്മളെ ചേർത്ത് കൊള്ളുന്ന ഈ ദൈവത്തെ നിങ്ങൾ ഒരിക്കലും ധിക്കരിക്കരുത്. നമ്മുടെ ഏത് ജീവിത സാഹചര്യങ്ങളാണെങ്കിൽ പോലും, ചെറിയ കുട്ടികളായാലും മുതിർന്ന യൗവനപ്രായത്തിലായാലും കുറച്ചുകൂടെ നമ്മൾ വളർന്ന് വലുതായാലും നിങ്ങൾ ധിക്കരിക്കരുത്. നല്ല പ്രായം ചെന്നാലും ചില ഈ ആൾക്കാർ പറയും പോലെ മർക്കടം പിടിച്ച ചിന്തകളുണ്ട്. മർക്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ പിടിയിൽ നിന്ന് ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന് പറയുന്ന അനുഭവങ്ങളുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെയുള്ള പിടികളൊക്കെ വിട്ടിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ ദൈവം ചേർത്ത് കൊള്ളുന്ന സ്നേഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ: ഒന്ന്, ന്യായാധിപതിയാകുന്ന കർത്താവ് താലോലിക്കുന്നവരാണ്. രണ്ടാമത് പറഞ്ഞത് ദൈവത്തെ ഭയത്തോടെ മഹത്വപ്പെടുത്തുക. മൂന്നാമത് പറഞ്ഞു അനന്തമായ സ്നേഹത്തിലൂടെ സന്തോഷിപ്പിക്കുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കുവാൻ മറന്നു പോകരുത്. കൊച്ചു കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കണം. പ്രാർത്ഥനയോടെ ഭയഭക്തിയോടെ സഭയിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കണം. അത് അവരുടെ ഉത്തരവാദിത്വമാണ്. ദൈവം അങ്ങനെ പറയുന്നു, നമ്മൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുവാനാണ്. അതുകൊണ്ട് നല്ല പ്രാർത്ഥനയും ഭയഭക്തിയുമുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമ്മളെല്ലാവരെയും സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരുമയോടുകൂടെ പ്രാർത്ഥനയോടെ പരസ്പരം നമുക്ക് സ്നേഹിക്കുവാനും ദൈവികമായ നന്മകൾ അനുഭവിക്കുവാനും ദൈവം വിളിച്ചിരിക്കുന്ന വിലയേറിയ കൂട്ടായ്മയാണ്. അവിടുത്തെ കൃപ നമുക്ക് സന്തോഷത്തോടെ അനുഭവിപ്പാൻ ഈ രാവിലെ സമയം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തയേശുവിങ്കൽ കാക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഈ സമയം എഴുന്നേറ്റ് ധർമ്മശേഖര വാക്യങ്ങൾ ഒരുമിച്ച് പറയാം.